ഹലോ ഗൈസ്, അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൻ്റെ പാർട്ട് 1 ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പം അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ്. രാത്രി 8 മണിക്കായിരുന്നു ട്രെയിൻ ഗുരുവായൂരിലേക്ക്. നേരിട്ട് ഗുരുവായൂരാണ്. അങ്ങനെ പിന്നെ അവന്മാരുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മയും ഞങ്ങളുമായിട്ടാണ് ദർശനത്തിന് പുറപ്പെടുന്നത്. അപ്പം അമ്മയുടെ ഒരു ബാഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവന്മാരെ എവിടെയെങ്കിലും വെച്ചാൽ അവിടെ ഇരിക്കത്തില്ല. ഇവന്മാർ ഇച്ചിരി അലമ്പാണ്. ഇവനാണ് അലമ്പിൻ്റെ ഉസ്താദ്. ഇവനെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇവൻ പ്ലാറ്റ്ഫോമിലും പല സ്ഥലത്തുമൊക്കെ ചാടിക്കയറും. താഴെ നിൽക്കത്തില്ല, ഇവൻ ഓടിക്കളയും. അങ്ങനെ ട്രെയിൻ എത്തി. ശങ്കുവിൻ്റെ ഒരു പ്രത്യേകത ഇതാ, 6 തോളി വേണം ചാഞ്ഞോളും. പാവം ചേച്ചി. അമ്മ. അപ്പം ട്രെയിനകത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങൾ ജനറലാണ് പോയി കയറിയത്. പിന്നെ ആലപ്പുഴ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഇതിലോട്ട് കയറുമായിരുന്നു. അമ്മയുടെ കയ്യിലെ ആ കവർ ഒരിക്കലും അമ്മ താഴെ വെക്കത്തില്ല. ശംഖു ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതിക്കൊണ്ടിരിക്കുന്നു. ടിങ്കു ഇടയ്ക്കൊന്ന് എണ്ണിച്ച് അമ്മയുടെ പുറത്ത് കയറാൻ തുടങ്ങി. അമ്മയും ചെറുതായിട്ട് മയങ്ങാൻ പോകുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരെല്ലാം ഗുരുവായൂർ പോകാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലും. അതെ, ഗുരുവായൂർ പോകാനുള്ള ആൾക്കാരാണ് കൂടുതലും. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ സ്റ്റേഷൻ എത്തി. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്കവരും ഗുരുവായൂരിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു തുലാഭാരം വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ ജംഗ്ഷനിലെത്തി ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടുമോ എന്നറിയാനായിട്ട്, ലോഡ്ജിൽ പോകാനായിട്ട് ഞങ്ങൾ നേരെ നടന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. നേരെ കിഴനട വഴി നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അവിടെ വെച്ച് തന്നെ ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ നല്ല ലോഡ്ജ്, ചിലപ്പോൾ ഒരാളവിടെ നിൽപ്പുണ്ടായിരുന്നു, ലോഡ്ജിൻ്റെ ഒരാൾ. അങ്ങനെ ഞങ്ങൾ നേരെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ വരെ എത്തി. പിന്നെ ഏതെങ്കിലും ഒരു ലോഡ്ജ് നോക്കണം. അതിനായിട്ട് ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട്. ലോഡ്ജിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓട്ടോക്കാരൻ നേരെ ഞങ്ങളെ ഒരു ലോഡ്ജിൻ്റെ ആളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇദ്ദേഹമാണത്. അപ്പോൾ ഓട്ടോക്കാരൻ ഞങ്ങളെ ഈ ഗോവിന്ദ് റോയൽ ഇൻ ഈ ഒരു ലോഡ്ജിലാണ് എത്തിച്ചത്. ഞങ്ങൾ നേരെ ഗോവിന്ദ് റോയലിലേക്ക് നടന്നു. അപ്പം ഇതാണ് ഗോവിന്ദ് റോയൽ ഹോംസ്. വണ്ടി. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ പാർട്ട് 2 ക്ഷേത്ര ദർശനം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരെത്തി. 2 മണിയായി. ഒരുങ്ങി എല്ലാം റെഡിയായി. ദൈവച്ചെറുക്കൻ ആ ബഹളമാണ്, അലമ്പാണ്. ഹായ് ശംഖു, ഒന്നേ അയ്യേ മുഖത്തൊന്ന് മാറ്റി വീട് കാണിച്ച്. സൂപ്പർ. ഹായ് പറ. ഞങ്ങൾ പച്ച അമ്മ ഇങ്ങോട്ടാ നോക്കിയ. ഓക്കെ ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോ, അമ്പലത്തിലാണ്. അപ്പോൾ പാർട്ട് 1 ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. പാർട്ട് 2 കമ്മിങ് സൂൺ.